ഇന്നത്തെ സ്റ്റാർലൈറ്റിൽ നമ്മോടൊപ്പമുള്ള അതിഥി ശ്രീ ജസ്റ്റിൻ ബ്യൂറോ. എടക്കൊച്ചിക്കാരനാണ്. വനിതകളുടെ ഡ്രൈവർ എന്നാണ് ജസ്റ്റിൻ അറിയപ്പെടുന്നത്. കഴിഞ്ഞ 13 വർഷക്കാലമായി ഏതാണ്ട് 3000-ലധികം വനിതകളെ ജസ്റ്റിൻ ഡ്രൈവിംഗ് പരിശീലനം നൽകി വളരെ ആത്മവിശ്വാസത്തോടെ റോട്ടിലിറക്കി വണ്ടി ഓടിക്കാൻ പാകത്തിന് ഒരുക്കുന്നു. നഗരത്തിലെ പല പ്രമുഖ വനിതകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാണ്ട് 50-60 മുകളിലുള്ളവരെ വളരെ ഭംഗിയായി ജസ്റ്റിൻ പരിശീലിപ്പിച്ചെടുക്കുന്നു. എന്തുകൊണ്ടാണ് വനിതകളെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്നതെന്ന് ജസ്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റാർലൈറ്റിലേക്ക് ജസ്റ്റിന് സ്വാഗതം. ജസ്റ്റിൻ, പത്രമാധ്യമങ്ങളിലും TV ചാനലുകളിലുമെല്ലാം ജസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കാണുന്നത് വനിതകളെ പരിശീലിപ്പിക്കുന്ന വനിതകളുടെ ഡ്രൈവർ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ വനിതകളെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കാൻ ജസ്റ്റിനുണ്ടായ പ്രചോദനം എന്താണ്? ഈ വനിതകളുടെ ഡ്രൈവറായിട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോൾ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട നല്ലൊരു ഫാമിലി ആ സാറിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഓട്ടത്തിന് പോകാറുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ചെന്നപ്പോൾ ആ ഭാര്യ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. സാറിനെ അന്വേഷിച്ചപ്പോഴാണ് ആ വീട്ടിൽ മരണം ഉണ്ടായെന്ന് അറിയുന്നത്. സാറിൻ്റെ മരണം പെട്ടെന്നത് ഞാൻ വെച്ചാൽ ഒരു മാസമായിട്ടുള്ള ആ വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ആ മരണം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവർ അപ്പോൾ എന്നോട് പറഞ്ഞു, ജസ്റ്റിന് രാത്രി പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ഒരു കേസ് വന്നപ്പോൾ, സാറിന് ഒരു നെഞ്ചുവേദന വന്നപ്പോൾ വണ്ടി എടുക്കാനായിട്ട് ഒരു വ്യക്തി ഇല്ലാത്ത ഒരു സാഹചര്യം അവിടെ വന്നു. പെട്ടെന്ന് അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെയാണ് വിളിക്കുക ഉണ്ടായത്. ഒരു കണക്കിന് അവിടെ എത്തി. ഓട്ടോറിക്ഷ ഡ്രൈവറിനും കറക്റ്റ് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് വെച്ച് തന്നെ ഈ പപ്പ പറയുമായിരുന്നു, നിങ്ങളൊന്ന് ആരെങ്കിലും അമ്മയെ മോള ഒന്ന് ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ എന്തുപകാരമായിരുന്നാണ്. ആ ഹോസ്പിറ്റലിൽ എത്തി 10 മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ ഈ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനന്ന് ചെന്നതും ആ ഓട്ടോ ഓടാൻ പറ്റാത്തൊരവസ്ഥയെ മാറുന്നു. അപ്പോൾ അന്ന് എന്നോട് അവർ ആദ്യം റിക്വസ്റ്റ് ചെയ്തത് ജസ്റ്റിനെ മോളെ ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കണം. അത് ഞാൻ കേട്ട് ഒരു സമ്മതം മൂളിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഉറച്ച തീരുമാനം, എന്തുകൊണ്ട് വനിതകൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് കാരണമാണ് ഈ രംഗത്തേക്ക് ഞാൻ വരാനായിട്ടുണ്ടായ സാഹചര്യം വനിതകളുടെ ഡ്രൈവറായിട്ട്. ജസ്റ്റിനെ കുറിച്ചുള്ള പത്രമാധ്യമങ്ങളിലെ വാർത്തകളിലൊക്കെ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, ജസ്റ്റ് 6 ഡേയ്സ്. എന്താണ് ജസ്റ്റ് 6 ഡേയ്സ് എന്നതുകൊണ്ട് ജസ്റ്റിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്, ജസ്റ്റ് 6 ഡേയ്സ് എന്നുള്ള ഇപ്പോൾ കിട്ടിയ അംഗീകാരം. ഞാനിത് പണ്ട് തുടങ്ങിയിരുന്നപ്പോൾ 15 ദിവസത്തെ ക്ലാസ് ആയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് 12ആയി, 10ആയി, 8ആയി, ലാസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് 6 ഡേയ്സ് എന്നറിയപ്പെടാൻ കാരണം വളരെയധികം ഞാൻ ഇതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെച്ചാൽ വാടകയ്ക്ക് 10-12 കാർ എടുത്തിട്ട്, വല്ലാർപാടം മാതാവാണ് എൻ്റെ ഏറ്റവും വലിയ ആശാനം എന്ന് പറഞ്ഞ എൻ്റെ മാതാവാണ്. അവിടെ കാലത്തെ ചോറും കെട്ടിപ്പോയിട്ട് 10-12 കാർ ഓരോ ദിവസം പല പല വണ്ടികൾ വാടകയ്ക്ക് എടുത്ത് അതിൻ്റെ ടെക്നിക്കലെല്ലാം പഠിച്ച് എങ്ങനെ പെട്ടെന്ന് കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു വ്യക്തിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ 6 ദിവസത്തേക്ക് വരാനുണ്ടായ സാഹചര്യം. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് വെച്ചാൽ, ഒരു വഴക്ക് പറഞ്ഞിട്ട് ശകാരിച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ളതല്ല. അതാണ് നമ്മൾ ആദ്യം ഒന്ന് ഓർക്കേണ്ട കാര്യം. എന്താണെന്ന് വെച്ചാൽ അതാണ് മിക്കവരും അത് ഫോളോ ചെയ്യണില്ല. ഡ്രൈവിംഗ് സ്കൂളാണേലും ഒച്ചപ്പാടും ബഹളം. ഇപ്പോൾ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും ഭാര്യ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒടുക്കത്തെ വഴക്കും ബഹളവും അവർ വഴക്കിട്ട വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ സൈക്കോളജി എന്ന് വെച്ചാൽ, ലേഡീസിന് നമ്മൾ ഭയങ്കര ബാക്ക് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് വഴക്ക് പറയാൻ പറ്റില്ല. അതാണ് അവരുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഫ്രണ്ട്ലി ആയിട്ട് ശകാരിച്ചും വഴക്കും പറയാണ്ട് പഠിപ്പിക്കുക. പിന്നെ എനിക്കും എൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി
അത് എല്ലാ വുമൺസ് തന്നെയാണ്. അവർക്ക് എത്രമാത്രം ഭയമുണ്ട്, എത്രമാത്രം ഒരു കപ്പാസിറ്റി, അതെല്ലാം എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ജസ്റ്റിൻ്റെ സ്റ്റുഡൻസ് വണ്ടി ഓടിക്കുന്ന പല വീഡിയോസും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അതിലൊക്കെ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം തന്നെ അവർ ഒറ്റയ്ക്ക് വളരെ കോൺഫിഡൻസോട് കൂടി വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർക്ക് ഈ ഒരു ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് ജസ്റ്റിന് സാധിക്കുന്നത്? അതിന് ഉത്തരം പറയാനുള്ളത്, മറ്റ് ഡ്രൈവിംഗ് സ്കൂളിനെ അപേക്ഷിച്ചിട്ട് എൻ്റെ ക്ലാസ് എന്ന് വെച്ചൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഞാൻ ചെന്നിട്ട് ആ ബൈക്ക് അവിടെ വെച്ചിട്ട് അവരുടെ കാറുമായിട്ട് പോയിട്ട് റോഡ് സൈഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലാണെങ്കിലും വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി ഒരു 10 മിനിറ്റ് വണ്ടിയുടെ അകത്തെ കാര്യങ്ങൾ, മെയിനായിട്ട് വണ്ടിയുടെ അകത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ടെസ്റ്റൊക്കെ എല്ലാവരും പൊട്ടാറുണ്ട്. ഞാൻ ഡോറ് തുറന്ന് കയറുമ്പോൾ ബാക്കിലോട്ട് നോക്കണമെന്ന് എല്ലാവരോടും ഞാൻ പറയും. എന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. സെക്കൻഡ് എന്ന് പറയുന്നത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ബെൽറ്റ് ഇടാൻ ഞാൻ സമ്മതിക്കില്ല. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെരുപ്പിട്ട് തന്നെ ഓടിക്കണം. നമ്മൾ ചെരുപ്പ് ഊരി ഓടിക്കാൻ പാടില്ല ഒരിക്കലും. അത് അതിനെക്കാട്ടും വലിയ ഡേഞ്ചറാണ്. നെക്സ്റ്റ് ബെൽറ്റ് ഇടുക. ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കും. വെച്ചാൽ ഒരു വ്യക്തി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ AC ഓണായിട്ടൊക്കെ കിടക്കണം. മിക്ക വീടുകളിലും അങ്ങനെ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓർക്കേണ്ട ഒരു കാര്യം, ബാറ്ററിയിൽ നിന്ന് കറണ്ട് തന്നെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. ആ സ്റ്റാർട്ടറിന് മെഷീനിന് വേണ്ട കറണ്ടാണ് ബാറ്ററി നമുക്ക് തരണത്. എല്ലാവരും AC ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, AC എന്ന് വെച്ചാൽ വെരി ബിഗ് കംപ്രസറാണ്, അതിൻ്റെ ചാർജ് ഉൾക്കൊള്ളാൻ ഒരിക്കലും ബാറ്ററിക്ക് പറ്റില്ല. ഇതൊരു മെക്കാനിക്കൽ സൈഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇവർ സ്റ്റാർട്ടിങ്ങിന് മുമ്പായിട്ട് താക്കോല് തിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ ലൈറ്റായിട്ട് പ്ലസ് മൈനസ് ബാറ്ററി വരാറുണ്ട്. എൻജിൻ ഓയിൽ എന്ന് പറയുമ്പോൾ ഇവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ അലാവുദ്ദീൻ്റെ വിളക്കെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ പവർ, നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. അങ്ങനെ 3 ലൈറ്റാണ് വണ്ടിയുടെ അകത്ത് റെഡ് ലൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് ഓട്ടത്തിൽ കത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് ഇവർക്കൊന്നും അറിയില്ല. ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ഡ്രൈവർ കാണില്ല. അതിൻ്റെ അകത്തൊരു റെഡ് കളർ വരുമ്പോൾ അത് അപകടം എന്തിൻ്റെയാണെന്നുള്ളത് ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെ, വൈപ്പർ, ഇൻഡിക്കേറ്റർ. വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു മാനേഴ്സ് എന്ന് വെച്ചാൽ, പാർക്കിംഗ് കിടക്കുന്ന വണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻഡിക്കേറ്റർ ഇടാൻ ഞാൻ പറയും. എന്നിട്ട് 2 സൈഡിൽ മിററുണ്ട്. പക്ഷേ മിററിലല്ല കാര്യം, നമ്മുടെ കണ്ണ് ആ മിററിൽ നോക്കുക. എന്നിട്ട് അവിടെ നിന്ന് ആരെങ്കിലും റൈറ്റ് സൈഡ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ ഇവിടെ നിരത്തിൽ വരുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു മര്യാദ കീപ്പ് ചെയ്യണം. അതുപോലെ എടുക്കുമ്പോൾ ഒരു മാനേഴ്സ് ഉണ്ട്. അപ്പോൾ വണ്ടി നമ്മളൊരു ഡ്രൈവിംഗ് പറയാറുണ്ടല്ലോ, ഡ്രൈവ് ചെയ്യൂ, മാന്യം നിന്ന് തെളിയിക്കൂ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ആസ്വദിക്കാവുന്ന ഒരു കലയാണെന്നല്ലേ പറയണം, ആസ്വദിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനത്തെ കുറേ വേടൊക്കെ നമ്മളത് ആ വ്യക്തി, നിങ്ങൾ ആരായിരുന്നു കേട്ടോ, ഓടിക്കുമ്പോൾ ഡ്രൈവർ മാത്രമായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് തന്നെ ഞാനത് പറഞ്ഞിട്ട്, ഒരു ഗ്രൗണ്ടാണ് എൻ്റെ മൊത്തം സീക്രട്സ് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഞാൻ ഒരു സ്കോർ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ കുറച്ച് ഡിസൈൻ ഞാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ ആ ഡിസൈൻ ഫോളോ ചെയ്ത് ഇവർ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഏകദേശം മാനുവൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വന്നിട്ടൊക്കെ 5-6 വർഷം ഇട്ടുള്ളൂ. ഞാൻ പഠിപ്പിച്ച കാലത്ത് എല്ലാം മാനുവൽ വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി എടുക്കാൻ നേരത്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എടുത്ത് 20 സ്പീഡ്. ഇത് മെഷീൻ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞു. 20 സ്പീഡ് ആകുമ്പോഴാണ് സെക്കൻഡ് ഗിയർ, 30 സ്പീഡ് ആകുമ്പോൾ തേർഡ് ഗിയർ, 40 സ്പീഡ് ആകുമ്പോൾ ഫോർത്ത് ഗിയർ, 50 സ്പീഡ് ആകുമ്പോൾ ഫിഫ്ത്ത് ഗിയർ. അപ്പോൾ ഇവരൊക്കെ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ മിററിന് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫങ്ഷൻ എല്ലാം ഞാൻ കാണിച്ചു കൊടുക്കും. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വൈപ്പർ, ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ മോനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ലേഡീസിന് വരരുതെന്നാണ് എനിക്കത് നിർബന്ധമാണ്. എൻ്റെ ക്ലാസ് കഴിഞ്ഞ് പോയ ഇവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. അതാണ് എനിക്കിതിലൂടെ ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്. ആ ഫസ്റ്റ് ക്ലാസ് തന്നെ 65 വയസ്സുള്ള ചേച്ചിയൊക്കെ ഫസ്റ്റ് ക്ലാസ് തന്നെ പുറത്ത് നിന്ന് ഔട്ട്സൈഡിൽ നിന്നിട്ട് ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്യണം. എന്നെ കാണിച്ചുകൊണ്ടും ആ ഓടിക്കുന്ന വ്യക്തിനെയും കാണിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണം. അതിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. ഇതെങ്ങനെ ജസ്റ്റ് ഞാൻ ആ ഗ്രൗണ്ടിൽ തന്നെ ഞാൻ വൈഫിനെ പഠിപ്പിച്ചിട്ടുള്ളതിന്. പക്ഷേ ഫസ്റ്റ് ക്ലാസ് വൈഫ് ഒറ്റ കൂടി ഞാൻ, സാറേ ഞാൻ എന്നെ കാണിച്ചു തരാം, എന്നെ കണ്ടോ സാറേ, എൻ്റെ കാല് കണ്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ജോക്കായിട്ട് പറയും. പക്ഷെ ഇവർക്കൊക്കെ അത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പ് ടോക്കിംഗ് ആയിട്ട് ഞാൻ ഇവർക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വനിതേനെ സംബന്ധിച്ചിടത്തോളം അവർ ഒച്ചയെടുക്കുമോ, വഴക്ക് പറയുമോ, ശകാരിക്കുമോ, ഇങ്ങനെയുള്ള ആശാമരെയാണ് പണ്ട് തൊട്ട് എല്ലാവരും കേട്ട്.
പക്ഷെ എൻ്റെ ആശാൻ എന്നെ സ്കെയിലിൽ അടിച്ചിട്ടുണ്ട്, ഞരമ്പ് വേദനയൊക്കെ എടുത്തിട്ട് ഞാൻ തല്ലാൻ പോയതാണ്, പിന്നെ ക്ഷമിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിൽ ഉൾക്കൊണ്ട് ആ വരുന്ന സ്ത്രീകൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു ഇത് ഞാൻ ഇത്രയൊക്കെ ഇട്ട് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞൊരു വ്യക്തിയല്ല ഞാനും. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എല്ലാവരോടും പറയും, നിങ്ങളുടെ കൈയും കാലും ജസ്റ്റിൻ ചേട്ടൻ്റെ ഒരു നിമിത്തമാണ്. ഞാൻ പറഞ്ഞൊക്കെ തരും, ചെയ്യേണ്ടത് നിങ്ങളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് സ്റ്റാർലൈറ്റിൽ ജസ്റ്റിൻ്റെ കുറച്ച് സ്റ്റുഡൻസ് അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് എന്താണ് ജസ്റ്റിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. മിസ്സിസ് മേരി ജോയ് ജസ്റ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. മാഡം എങ്ങനെയാണ് ജസ്റ്റിനെ പരിചയപ്പെടാനിടയായത്, കണ്ടുമുട്ടിയത്? ഏത് പ്രായത്തിലാണ്, എത്രാമത്തെ വയസ്സിലാണ് ഈ കാർ ഓടിക്കണമെന്നൊരു ആഗ്രഹം വന്നതും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്? 66-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ ഖത്തറിൽ നിന്ന് എറണാകുളത്ത് വന്നത്. അപ്പോഴത്തെ ഇവിടുത്തെ ഡ്രൈവിങ് കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഹസ്ബൻഡിനും ഒരു സ്പൈൻ പ്രോബ്ലം വന്നു. അപ്പോൾ കാർ എടുക്കാൻ എപ്പോഴും ഡ്രൈവർമാരെ വിളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ ഈ മനോരമ പത്രത്തിലെ ജസ്റ്റിൻ്റെ നമ്പർ കണ്ടു, വിളിച്ചു. ജസ്റ്റിൻ വന്നു, നല്ലപോലെ ക്ലാസ് എടുത്തു. നല്ല ക്ഷമയും സന്തോഷത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കും. അങ്ങനെ ഡ്രൈവിങ് ഇപ്പോൾ എറണാകുളത്ത് എല്ലാ റോട്ടിലും പോകാനും നല്ല ധൈര്യം കിട്ടി, ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് റെക്കമെൻഡ് ചെയ്തു. ഈ ഏജിലുള്ളവരും ഇതിലും മുകളിലുള്ളവരോടും ഒക്കെ പറഞ്ഞു കൊടുത്തു, ടെസ്റ്റിന് വിളിച്ച് ഡ്രൈവിംഗ് പഠിക്കണം, നല്ല എളുപ്പമാണ്, എറണാകുളത്ത് ഓടിച്ചാലും നമുക്ക് ലോകത്തിൽ എവിടെയും പോയി ഓടിക്കാം. വെരി ഗുഡ്. ഏത് കാറാണ്? ഇത് ഉണ്ടായി ക്രെറ്റ. ക്രെറ്റ വലിയ വണ്ടിയല്ലേ? അതെ അതെ അതെ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണെങ്കിലും പേടിയൊന്നും ഇല്ല. ആദ്യം ജസ്റ്റിന് അറിയാലോ, എനിക്ക് പേടിയുണ്ടായിരുന്നു. ജസ്റ്റിന്റെ മറ്റ് 2 സ്റ്റുഡൻസ് കൂടി ഇന്നത്തെ ഈ ഒരു സ്റ്റാർലൈറ്റിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇത് ജസ്റ്റിന്റെ മറ്റൊരു സ്റ്റുഡൻ്റ് ആണ്, ബിസിനസ് വുമൺ ആണ്, ബിൽടെക് കൺസ്ട്രക്ഷൻസിന്റെ ഡയറക്ടറാണ്. ജസ്റ്റിന്റെ അടുത്ത് ഈ ഡ്രൈവിംഗ് പരിശീലനം നേടി ഇന്ന് വളരെ ഭംഗിയായി പറന്ന് നമ്മുടെ എറണാകുളം നഗരത്തിലൂടെ കാർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് കേൾക്കാം എന്താണ് റോസ്മേരിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഹോസ്റ്റലിൽ നിന്നുള്ള താമസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് ഒരു വിധത്തിൽ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേർന്നു, ഒരു ലൈസൻസ് എടുത്തു. പക്ഷേ ലൈസൻസ് എടുത്തതല്ലാതെ ഈ വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന സംഭവം നടന്നിട്ടേ ഇല്ല. എന്നിട്ട് ഇതൊരു ID പ്രൂഫായിട്ട് നമ്മുടെ പേഴ്സിലിരിക്കും. ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ ID പ്രൂഫായിട്ട് ലൈസൻസ് എടുത്ത് കൊടുക്കുമ്പോൾ പോലും അവർക്ക് നമ്മളോടൊരു മതിപ്പ് തോന്നുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പല സ്ത്രീകളുടെ കയ്യിലോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കേ അറിയത്തുള്ളൂ വണ്ടി ഓടിക്കാൻ നമുക്ക് അറിയത്തില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇത് കയ്യിലിരുന്ന കുറച്ച് നാളുകൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളം ലൈസൻസ് വെറുതെ കയ്യിലിരുന്നു. അതിനുശേഷമാണ് പല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പോയി, പക്ഷെ പഠിക്കാനൊന്നും പറ്റുന്നില്ല. കുറച്ച് നാൾ പോവും, അങ്ങനെ അങ്ങ് നിന്ന് പോയി. ലാസ്റ്റാണ് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നെ ന്യൂസ് പേപ്പറിൽ ഇത് കാണിച്ചു, 6 days കൊണ്ട് പഠിപ്പിക്കുന്നു. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലിൻ്റെ അമ്മ, അങ്ങനെ ഏതൊക്കെയോ കുറച്ച് ഫേമസ് ആയ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നമ്പർ എടുത്ത് വേഗം ഒന്ന് വിളിച്ചു നോക്കി. അപ്പം ജസ്റ്റിൻ ചേട്ടൻ ആ സമയത്ത് നല്ല തിരക്കുള്ള സമയമായിരുന്നു, എന്നാലും ഒരു ക്യാൻസലേഷൻ വന്ന ഒരു സ്ലോട്ടാണ് പെട്ടെന്ന് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ജസ്റ്റിൻ ചേട്ടൻ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് ഫസ്റ്റ് ഡേ തന്നെ ജസ്റ്റിൻ ചേട്ടൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നു. എനിക്ക് തന്നെ അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയി പോയി. പിന്നെ ജസ്റ്റിൻ ചേട്ടൻ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വീഡിയോസ് എടുത്ത് നമ്മളെ ഓടിക്കുന്ന വീഡിയോ നമുക്ക് വൈകിട്ട് അയച്ചു തരും. അത് കാണുമ്പോൾ നമ്മൾക്ക് ഒരു ഭയങ്കര അഭിമാനമാണ്, നാളെ ഓടിക്കാൻ പോകണം എന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസാണ്. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ജസ്റ്റിൻ ചേട്ടൻ വന്ന ദിവസം ഇങ്ങനെ 6 days കൊണ്ട് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയിലുണ്ടായിരുന്ന ആൾ ജസ്റ്റിൻ ചേട്ടൻ എടുത്തു, ഇതൊക്കെ വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ജസ്റ്റിൻ ചേട്ടനും അതൊരു വാശിയായി. പിറ്റേ ദിവസം ജസ്റ്റിൻ ചേട്ടൻ എന്നെ കൊണ്ട് ആ ഫ്ലാറ്റിലോട്ട് വണ്ടി ഓടിച്ച് കയറിപ്പിച്ച് അവിടെ പാർക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഫ്ലാറ്റിലെ പാർക്കിംഗ് ഒക്കെ ചെറുതാണ്, അതിൽ പാർക്കിങ്ങിന് പോലും ജസ്റ്റിൻ ചേട്ടൻ പ്രത്യേകം കോച്ചിങ് ആയിട്ട് നമുക്ക് തന്നു. അപ്പം നമ്മൾക്ക് ഇപ്പം ഒരു ടെൻഷനും ഇല്ലാതെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും വണ്ടി എടുത്ത് പോകുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നതിനേക്കാൾ ഉപരി സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ ഈ സിനിമയിലും ഒക്കെ കണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. റോസ്മേരി നേരത്തെ പറഞ്ഞു ഈ വണ്ടി ഓടിക്കുന്നത് വരെ ഈ ലൈസൻസ് ഒരു ID പ്രൂഫ് പോലെ പേഴ്സിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് വനിതകൾ ഇതേപോലെ തന്നെ പേഴ്സിൽ ഇതുപോലെ ID പ്രൂഫായിട്ട് വെച്ചിരിക്കുന്നവരാണ്. അവരോട് എന്താണ് റോസ്മേരിക്ക് പറയാനുള്ളത്?
അത് വണ്ടി ഓടിക്കുന്ന സുഖം ഇപ്പോൾ ഓടിക്കുന്ന ആരോട് ചോദിച്ചാലും അറിയാം. ഓടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ സെൽഫായിട്ട് പോകുന്നത് ഒരു ഭയങ്കര സുഖമുള്ള കാര്യമാണ്. അത് ശരിക്കും പേടിയാണ്ടാണ് പലരും ഓടിക്കാത്തത്. ഞാൻ ഓടിക്കുമ്പോഴാണെങ്കിലും പേടി കൊണ്ടാണ് ഇത് ഓടിക്കാതിരുന്നിട്ടുള്ളത്. ജസ്റ്റിൻ ചേട്ടൻ നമ്മൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ ഓടിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആണ്, ആ പേടി. ഇപ്പം ജസ്റ്റിൻ ചേട്ടൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡ്രൈവിംഗ് ക്ലാസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മളെ കണ്ടെയ്നർ റോഡിൻ്റെ അവിടെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ക്ലാസ്. അവിടെ കൊണ്ടുപോയി വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് ആദ്യം പറഞ്ഞു തരുന്നത് ആ വണ്ടിയുടെ ടെക്നിക്കൽ സൈഡുകളെല്ലാം ആണ്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പഠിച്ച് ഒരു ദിവസം ഇങ്ങനെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നത് ഓടിച്ചാലേ പഠിക്കുള്ളൂ, ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോൾ ഞാൻ ആരും അറിയാതെ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ വണ്ടി ഒരു 20 കിലോമീറ്ററിന് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും ഒരു അലാറം അടിക്കുന്നുണ്ട്. എനിക്കിതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ ആക്സിലറേറ്റർ കൊടുക്കും, ഒരു അലാറം അടിക്കും. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാവത്തില്ല, ഇതെന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. ഞാൻ പതുക്കെ വണ്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് കയറി ഇവരുടെ അടുത്ത് മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ ജസ്റ്റിൻ ചേട്ടൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ അലാറം അടിക്കുന്നത്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഹസ്ബൻഡ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. വണ്ടിയെ കയറി ഇതിനു മുമ്പത്തെ ആശാൻ പഠിപ്പിച്ചു തന്ന അതേ പ്രോട്ടോകോൾ, വണ്ടിയെ കയറുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണോ ഇരുന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ കയറി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് വണ്ടി എടുത്തത്. അതായിരുന്നു ആക്ച്വലി സംഭവിച്ചത്. അതുകൊണ്ടാണ് വണ്ടി ഹാൻഡ് ബ്രേക്കിൽ കിടന്നുകൊണ്ട് വണ്ടി 20 കിലോമീറ്ററിന് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും അലാറം അടിച്ചു തുടങ്ങി. പക്ഷെ ജസ്റ്റിൻ ചേട്ടൻ്റെ ക്ലാസ്സിൽ കയറുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അലാറംസ് ആണുള്ളത്, ഈ ലൈറ്റ് വന്നാൽ എന്താണ്, റെഡ് ലൈറ്റ് എന്താണ്, അങ്ങനെ ഓരോന്നും ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. വണ്ടി ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു അലാറം വന്നാലും എങ്ങനെ നിർത്തണം, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതെല്ലാം പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ വേറൊരു വലിയ പ്രത്യേകത. അതുപോലെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു തരുന്ന ചില ടിപ്പുകൾ, ഓരോ സ്ഥലത്ത് എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ജസ്റ്റിൻ ചേട്ടൻ്റെതായ കുറച്ച് ടിപ്സ് ഉണ്ട്. അതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇത് ആർക്കും സാധിക്കാത്ത കാര്യമല്ല. അത് പ്രോപ്പറായിട്ട് നമ്മളത് ചെയ്യാന്നുള്ളത് 6 days കൊണ്ട് തന്നെ എല്ലാവരും ജസ്റ്റിൻ ചേട്ടൻ അത് ചെയ്യിപ്പിച്ചിരിക്കും. ഇത് മിസ്സിസ് സിസിലി ഡിസിൽവ, സദേൺ റെയിൽവേയുടെ ചീഫ് സൂപ്രണ്ടന്റ് ആയിരുന്നു. 60ാമത്തെ വയസ്സിലാണ് ഡ്രൈവിംഗ് പരിശീലനത്തിന് ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ വളരെ ഭംഗിയായി ഈ എറണാകുളം നഗരത്തിന് തിരക്കിനിടയിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മവിശ്വാസം കിട്ടിയത്? എങ്ങനെയാണ് ജസ്റ്റിൻ്റെ ഈ പരിശീലനത്തിൽ നിന്നും ഇത്ര ഭംഗിയായിട്ട് കാർ ഓടിക്കാനായിട്ട് സാധിച്ചത്? അതൊന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യണം. എനിക്ക് ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വണ്ടി ഓടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു കൗതുകത്തിനും ഒരു ആഗ്രഹത്തിൻ്റെ മേലിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ആ ലൈസൻസ് അങ്ങനെ പേഴ്സിൽ അങ്ങനെ ഇരുന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു ആളുണ്ട് നമ്മളെ പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന, ജസ്റ്റിൻ എന്നാണ് പേര്. അങ്ങനെ എനിക്ക് നമ്പർ തന്നു, ഞാൻ വിളിച്ചു. ജസ്റ്റിൻ വന്നു. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വളരെ ഭയമായിരുന്നു. ആ ഭയം മാറിക്കിട്ടി. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഓടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ജസ്റ്റിന് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് ഓരോ ദിവസവും എൻ്റെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരുന്നത്. ഫിയർ ഇസ് യുവർ ഗ്രേറ്റസ്റ്റ് എനിമി. ആ ഒരു ഭയം മാറിക്കഴിഞ്ഞപ്പോൾ എത്ര തിരക്കുള്ള വഴിയിലൂടെയും വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം ജസ്റ്റിൻ പകർന്നു തന്നതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചു. പിന്നെ ജസ്റ്റിന് ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്. അതായത് നമുക്ക് ഓരോ യൂ ടേൺ എടുക്കുമ്പോഴും പിന്നെ റിവേഴ്സ് എടുക്കുമ്പോഴും അങ്ങനെയുള്ള ഓരോരോ ടിപ്പ് അത് ആർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് ഒന്നുകൂടി ഈസിയായി. എപ്പോൾ വണ്ടി കണ്ടാലും വണ്ടിയിൽ കയറുമ്പോഴും ജസ്റ്റിനെ ഓർക്കാത്ത ദിവസമില്ല. കാരണം ഈ ഒരു ടിപ്പ് 1 2 3 എന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ നന്നായി വണ്ടി ഓടിക്കാൻ പറ്റി. അപ്പം ജസ്റ്റിന് ഞാൻ എൻ്റെ എല്ലാ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദിയും കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് ഇത് ഉപകാരപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് വണ്ടിയില്ല, യൂബറില്ല, ഓട്ടോ ഇല്ല, ഒന്നുമില്ല. ഹസ്ബൻഡ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. എനിക്ക് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ സമയത്തിന് എത്തിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് ടൈമിന് ഡോക്ടറിൻ്റെ സഹായം ലഭ്യമാക്കാൻ സാധിച്ചു. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. അപ്പം അതിനെല്ലാം ജസ്റ്റിന് ഒരാളാണ്. ജസ്റ്റിൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ്, പഠിപ്പിക്കാനുള്ള സ്കില്ല്
അത് എത്ര പറഞ്ഞാലും പുകഴ്ത്തിയാലും മതിയാവില്ല. ജസ്റ്റിൻ്റെ ഈ സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് കേട്ടില്ലേ? അവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അവർ സംസാരിച്ചത്. ഒരിക്കലും പൂവണിയില്ല എന്നുള്ള അവരുടെ ഒരു സ്വപ്നം, അവർ കാറോടിച്ച് നടക്കുക എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തത് ജസ്റ്റിനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ജസ്റ്റിന് തോന്നുന്നത്? തീർച്ചയായിട്ടും ജസ്റ്റിന് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താണ് ജസ്റ്റിൻ്റെ വികാരം, ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും അഭിമാനിക്കണമല്ല, നമുക്കത് അഭിനയിക്കണമല്ല. ഇവരൊക്കെ എന്നോട് തലേദിവസം തന്നെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇവരോട് ജസ്റ്റ് ഒരു 2 minutes സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. ആ ഫോണിലൂടെ തന്നെ വീട്ടിൽ വന്ന് വിളിക്കും ഇവർ, നാളത്തെ ക്ലാസ് തുടങ്ങണമല്ലോ. അപ്പോൾ തന്നെ ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഒരു എനർജി ഞാൻ ഫോണിലൂടെ തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ റോസ് മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഫ്ലാറ്റിൽ ചെന്നപ്പോഴുള്ള അവസ്ഥയെന്ന് വെച്ചാൽ, ആ സെക്യൂരിറ്റി എനിക്ക് ബുക്കിലൊക്കെ എഴുതി ഫോർമാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ പറയും മാഡത്തിന് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, ഇത് വല്ലതും നടക്കുമെന്ന് വെച്ച്. നമ്മുടെ എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, കുറേ പേര് ഇവിടെ ഒന്ന് പഠിപ്പിച്ചിട്ട് പോയതാണ്. ഞാൻ പറയും ഞാൻ അങ്ങനത്തെ ആളല്ല, ചേട്ടൻ നാളെ കണ്ടു ആളെ ഓടിച്ചു ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാനങ്ങനെ തമാശയൊക്കെ പറഞ്ഞല്ലേ, എനിക്ക് ആ വ്യക്തിയോട് തലേദിവസം സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വോയിസിലുള്ള ഒരു പവർ എനിക്കറിയാം. ആളെങ്ങനെയാണ് ഞാൻ സംസാരിക്കുമ്പോൾ ആ ഒഴുക്കിൽ എന്നോട് ഉത്തരം പറയുന്നുണ്ടോ, അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ വന്നപ്പോൾ റോസ് നല്ല സ്മാർട്ടാണ്. പക്ഷെ എന്താണ്, ഒരു ഹസ്ബൻഡ് ഓടിക്കാൻ ശ്രമിച്ചാൽ വഴക്കും ഒച്ചയും ബഹളവും, ഇത് തന്നെയാണ് എല്ലാ ലേഡീസിനും പറ്റുന്ന പ്രശ്നങ്ങൾ. ഞാൻ അങ്ങനെയല്ല, ഇവരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സാറെന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ പറ്റൂലെന്ന് പറയും, ജസ്റ്റിൻ ചേട്ടാന്ന് വിളിച്ചോളാൻ പറയും. അമ്മയാണെങ്കിൽ എന്നെ എടാന്ന് വിളിക്കാൻ ഞാൻ പറയും, എന്നെയും ജസ്റ്റിനെ എന്ന് വിളിക്കാൻ പറയും. എന്നുവെച്ചാൽ ഇവരായിട്ട് കൂടുതൽ അടുത്താലേ ഇതിൻ്റെ ഒരു പവർ എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഇവർ വന്ന് ഇവരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ടിപ്സ് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പുറത്തോട്ട് വിട്ടിട്ടില്ല എൻ്റെ ടിപ്സ്. അത് ഫസ്റ്റ് ക്ലാസ് തന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ റോസ് ഒറ്റക്ക് ഓടിച്ച്, അതും ഇതുപോലെ ഒരു വലിയ വണ്ടിയായിരുന്നു, റോസിൻ്റെ അന്ന് വലിയൊരു വണ്ടിയായിരുന്നു. പുള്ളിക്കാരത്തി ഒറ്റക്ക് ഓടിച്ച് രണ്ടാമത്തെ ദിവസം തന്നെ സെക്യൂരിറ്റി കാണുക ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വെച്ച് റോസ് ഓടിക്കണ കണ്ടിട്ട് ഇയാൾ ആകെ അത്ഭുതത്തോട് നോക്കി നിന്നേച്ച്. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. എന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു കഴിവെന്നല്ല പറയേണ്ടത്, ഞാൻ അത്ര ആഴത്തിൽ പഠിച്ചെടുത്തതാണ്. വെച്ചാൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന മെസ്സേജ് ശകാരിച്ചും വഴക്കും പറഞ്ഞും പഠിപ്പിക്കാനുള്ള അതില്ല ഡ്രൈവിങ്. ഇത് നല്ല ബാക്ക് സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് കഴിവുണ്ട്. അവരൊരു കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവരെല്ലാം ഒതുങ്ങി ജീവിക്കണം. പക്ഷെ അവർ പഠിച്ച കോളേജ് ലൈഫിൽ അവർക്കൊരു സ്മാർട്ട്നെസ് ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കാനാണ് ഞാൻ കണ്ടിന്യൂ ടോക്ക് ചെയ്ത് ഞാൻ പാട്ടൊക്കെ പാടി കാറിനകത്ത് കൂളായിട്ട് ഇരിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് സ്കൂൾ പോലെ ബ്രേക്കില്ല ചവിട്ട്, ആകെയുള്ള ഹാൻഡ് ബ്രേക്കാണ്. അത് നമ്മൾ ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞ് ഹാൻഡ് ബ്രേക്ക് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്വാഭാവികമായിട്ട് മറിയാൻ വരെ ചാൻസ് ഉണ്ട്, ഫ്രണ്ട് തിരിഞ്ഞു പോരും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഏറ്റവും വലിയ വെച്ചാൽ ഞാൻ ഖത്തറിൽ പഠിപ്പിക്കണ ഒരു ആശാനും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ റോസൊക്കെ പെട്ടെന്നാണ്, റോസിൻ്റെയൊക്കെ സ്മാർട്ട്നെസ് ഞാൻ സംസാരത്തിലൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ടുള്ള ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിടിച്ചെടുത്ത് റോസ്. അതുപോലെ തന്നെ നമ്മുടെ സിസിലി മാഡത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കകത്ത് റോസ് ഒരു വലിയൊരു ഡയറക്ടർ കമ്പനിയുടെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ അവരൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാനതിൽ അഭിമാനം കൊള്ളണ ഒരു വ്യക്തിയാണത്. സാധാരണ ആൾക്കാരല്ല. കള്ളിച്ചത്താറിൻ്റെ ഭാര്യ തൊട്ട് മരപ്പടിക്കാരൻ്റെ ഭാര്യ വരെ എൻ്റെ ഉണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. പക്ഷേ പ്രമുഖ വ്യക്തികൾ വരുമ്പോൾ അത് നമുക്ക് സ്ഥാനമാനം, അതായത് നമ്മളൊരു പബ്ലിസിറ്റിയിലോട്ട് പോകാനായിട്ട് ആ വ്യക്തികൾ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പ്രമുഖ കമ്പനിയുടെ ഡയറക്ടറാണ് പുള്ളിക്കാരത്തി. അതുപോലെ സിസിലി മാഡത്തിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ റെയിൽവേ എന്ന് കേൾക്കുമ്പോൾ തന്നെ വേളാങ്കണ്ണി പോക്കണ കാര്യമാണ് ഓർമ്മ തന്നെ. ടിക്കറ്റ് ബുക്ക് ചെയ്യണ കാര്യം കിട്ടാറില്ല, ഓർഡറായിട്ട് കിട്ടാറില്ല. കൊള്ളാമല്ലോ. അപ്പോൾ ഈ മാഡത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ വേളാങ്കണ്ണി പോണ കാര്യമൊക്കെ ശരിയായി. അങ്ങനെ മാഡത്തിൻ്റെ പദവിയും മാഡം സൂപ്രണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചിലവരൊക്കെ മാറ്റിയിട്ട് മാഡത്തിൻ്റെ വീട്ടിൽ വന്ന്, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് സാറ്, ബാക്ക് സപ്പോർട്ട് ഒട്ടുമില്ലാത്ത ആളാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനെ ഞാൻ ഇവിടെ പ്രത്യേകം പഠിപ്പിച്ചത് കൂടാണ്ട് വീട്ടിലൊക്കെ സ്പെഷ്യലായിട്ട് ഫ്ലാറ്റിലാണെങ്കിൽ ഇവരെയൊക്കെ വണ്ടി കയറ്റാനായിട്ടും ഇറക്കാനായിട്ടും ഞാൻ പഠിപ്പിച്ച്. പിന്നെ സിസിലി മാഡത്തിനെ പറ്റി പറയണമെങ്കിൽ ഒരു പ്രത്യേക കാര്യമുള്ളത്, അമ്മ ഒരിക്കലും പഠിക്കൂലെന്ന് വിദേശത്താണ് മക്കൾ പറഞ്ഞ ആ മകൾ വരെ അമ്മയുടെ വീഡിയോ ഞാൻ ഓൺ ദ സ്പോട്ട് വീഡിയോ അയച്ചു കൊടുക്കുന്നതിന് വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരൊക്കെ ഭയങ്കര അത്ഭുതം, ഇതെന്ത് മിറാക്കിളാണ്. ആ ജസ്റ്റിൻ ചേട്ടൻ്റെ കമൻട്രിയൊക്കെ ഭയങ്കര ഹൈലൈറ്റ്സാണെന്ന് പറയണം. അങ്ങനെ ആ ഒരു വെക്കേഷൻ ടൈമായപ്പോൾ മോള് വന്നിട്ട് ആ മോളെയും കൂടി പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാനുള്ള എൻ്റെ ടോക്കിങ്, അതൊരു മെഡിസിനായിട്ട് ഒരു ഡോക്ടർ പേഷ്യൻ്റ് ചെയ്യണ പോലെ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ടോക്കിങ്ങാണ്. ഇവർ ബ്ലഡ് സർക്കുലേഷൻ കൂടി പെയിനായി ഒരു ബ്ലാങ്ക് ആകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കൂല ഒരിക്കലും.
നല്ല ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കുക. ടിപ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ വണ്ടി എന്തോരം മറ്റു വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുട്ടും എന്നുള്ളൊരു ഭയമൊക്കെ ഇവരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ടിപ്സിലൂടെയാണ് ഞാൻ ഇവരെ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഒറ്റയ്ക്ക് വിടണത്, ഞാൻ നല്ല മാതാവിൻ്റെ ഒരു ഭക്തയാണ്. നമ്മുടെ വല്ലാർപാടം ഞാൻ പൊന്തേം ജോലി അങ്ങോട്ട് വിടും. പിന്നെ അവർ ഞാൻ പഠിപ്പിച്ചത് ഒരു എക്സ്ട്രാ കെയർ എടുക്കും. സ്വയം ഒരു എക്സ്ട്രാ കെയർ എടുത്തിട്ട് ഓടിക്കാൻ നിർബന്ധിതനാകും. എന്നുവെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല. ജസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ല. വൺ സൈഡ് 3 കിലോമീറ്റർ പോയിട്ടാണ് തിരിച്ച് ഇവർ വന്നത്. ഇവർ പോകുന്നതും വരുന്നതും മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ചത് അവർ ചെയ്യും. അപ്പം ഞാനും എൻ്റെ കാറും എന്നുള്ളൊരു സ്വപ്നമാണ് അവിടെ യാഥാർത്ഥ്യമാക്കി ഞാൻ കൊടുക്കുന്നത്. ഇതാ പറയാനുള്ളത്. നമുക്ക് ഒരു ക്ഷമ വേണം. മറ്റെല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ശകാരിച്ച് വഴക്ക് പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കല്ലേ. വരുന്നവർ ഒരുപാട് പ്രതീക്ഷയിലാണ് വരുന്നത്. മിക്ക ഭർത്താക്കന്മാർക്കും വൈകിട്ട് ഡിന്നറിന് ഒരു 2 ലാർജ് അടിച്ചിട്ട് വൈഫിനെ ഒരു ഡ്രൈവർ സീറ്റിലിരുത്തി ഓടിപ്പിക്കാനാണ് ആഗ്രഹം. പക്ഷെ അതല്ല, പെട്ടെന്ന് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്ന് വീട്ടിലെ ഓരോ വ്യക്തിക്ക് മുറ്റത്ത് കാറുണ്ട്, പക്ഷെ അവർക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ ഒരുപാട് വീട്ടിൽ ഞാൻ ചെന്ന് കണ്ടിട്ടുള്ള അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഇനി ഒരുപാട് സ്ത്രീകൾ ഇതിലേക്ക് കടന്നു വരണമെന്നാണ്. അത് ഏജ് നോ പ്രോബ്ലം. എനിക്ക് ധൈര്യം. ഞാനിപ്പോൾ 72 ഉള്ള 2 ആണുങ്ങൾ, അതിൽ ഒരു തോമസ് ഏട്ടൻ മരിച്ചുപോയി, 72 വയസ്സുള്ള മേരി ചേച്ചി, അതുപോലെ 65-68 വയസ്സുള്ള ഒരു 10-700 പേര് ഞാൻ പഠിപ്പിച്ചതാണ്. അവരൊക്കെ അവരുടെ ജന്മത്തിൽ ഇനി ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് വരെ ചിന്തിച്ചവരാ. ഇപ്പോഴും ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും ജസ്റ്റിന് ഞങ്ങളുടെ പ്രാർത്ഥന ജസ്റ്റിന് ഉണ്ടാവും. അതിപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞല്ല, USA, കാനഡ, ഇറ്റലി, എല്ലാ രാജ്യത്തും ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഉണ്ട്. അതിലൊക്കെ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും ജസ്റ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ അതിന് സപ്പോർട്ടായിരുന്നു. പക്ഷേ എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. പലതവണ വണ്ടി ഓഫായൊക്കെ പോയത് കൊണ്ടാകാം എനിക്ക് വളരെ പേടിയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് ജസ്റ്റിൻ്റെ നമ്പർ എനിക്ക് തരുന്നത്. ഞാൻ അടുത്ത ദിവസം തന്നെ ജസ്റ്റിനെ വിളിച്ചു. അപ്പോൾ ജസ്റ്റിൻ എന്നോട് പറഞ്ഞു, 6 ദിവസം മതി, 6 ദിവസം കൊണ്ട് ഞാൻ ടീച്ചറിനെ വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിക്കാം. പക്ഷേ ഞാനതൊട്ടും വിശ്വസിച്ചില്ല. 6 ദിവസം കൊണ്ടൊക്കെ എങ്ങനെ ഒരാളെ വണ്ടി ഓടിക്കാനായിട്ട് പരിശീലിപ്പിക്കുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും സ്കൂളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നന്നായി ഒരുങ്ങി നമ്മൾ ഡ്രസ്സ് ചെയ്തൊക്കെ പോകുമ്പോൾ ഈ ഊബർ, ഓട്ടോ, ടാക്സിയൊക്കെ വിളിക്കേണ്ടി വരിക എന്നുള്ളത് വല്ലാത്തൊരു പ്രയാസത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. ജസ്റ്റിൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ദിവസം എന്നെ ഐലൻഡിലാണ് ഓടിപ്പിച്ചത്. അടുത്ത ദിവസം ഇതുപോലെ ഒറ്റയ്ക്ക് തന്നെ എന്നെ വണ്ടി ഓടിക്കാനായിട്ട് വിട്ടു. വീഡിയോ ഒക്കെ എടുത്ത് ഹസ്ബൻഡിനും ഗ്രൂപ്പ് ഒക്കെ അയച്ചു കൊടുത്ത് അവരും ഒക്കെ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമുക്കും അത് കാണുമ്പോൾ വളരെ ഒരു ആത്മവിശ്വാസം. പിന്നെ വണ്ടി ഒതുക്കിയിട്ട് എങ്ങനെ ഒതുക്കണം, നിർത്തണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇന്ന് ഞാൻ സത്യത്തിൽ വളരെ ഹാപ്പിയായിരുന്നു. കാരണം എൻ്റെ ലൈഫിലെ തന്നെ വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മളൊക്കെ പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാലയം അവർ ലേഡീസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ടീച്ചറാണ് ഞാൻ. അപ്പം ഞങ്ങളൊക്കെ സ്ത്രീ ശാക്തീകരണത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് നമ്മൾ വെറുതെ വാക്കുകളിൽ ഒതുക്കരുത്. ഇതുപോലെ നമ്മൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം. ഞാൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയും, നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കൂ. ഞാൻ ആളെ തരാം, നല്ലൊരാൾ എൻ്റെ കയ്യിലുണ്ട്, ജസ്റ്റിൻ്റെ പേരും ഒക്കെ ഞാൻ പറയും. അപ്പം നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഏത് അത്യാവശ്യത്തിലും ഫാമിലി ആയിട്ടും അല്ലാണ്ടും ഒക്കെ നമുക്ക് ഇതുപോലെ വണ്ടി ഓടിച്ച് നമ്മുടേതായ കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാണ്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് അങ്ങനെ പോകുന്നുണ്ട്. എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റിയറിംഗിൽ കൈവയ്ക്കുമ്പോൾ എന്നും എപ്പോഴൊക്കെ വണ്ടി എടുക്കുമ്പോൾ ജസ്റ്റിനെ ഓർക്കും. കാരണം എൻ്റെ അത്രയും വലിയൊരു നാളത്തെ ഒരു സ്വപ്നമാണ് ജസ്റ്റിൻ അത് യാഥാർത്ഥ്യമാക്കി തന്നത്. അപ്പം ഇത് കാണുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല, പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ഉപയോഗപ്പെടുത്തുക. ഇനിയുള്ള കാലത്ത് ഏറ്റവും നമുക്ക് അത്യാവശ്യവും അത് തന്നെയാണ്. ജസ്റ്റിൻ, ഞാൻ ഉൾപ്പെടെയുള്ള ജസ്റ്റിൻ്റെ സ്റ്റുഡൻസ് വളരെ മനോഹരമായിട്ട് അവരുടെ അനുഭവം ഇവിടെ പങ്കുവച്ചു. ഇതുപോലെ ഈ ഷോ കാണുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. വണ്ടി ഓടിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹവുമായിട്ടിരിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. അവരോട് ജസ്റ്റിന് എന്താണ് പറയാനുള്ളത്? കൂടുതൽ എനിക്ക് ലൈസൻസ് എടുത്തവരാണ് കൂടുതലും വരുന്നത്. വീട്ടിൽ ഹൗസ് വൈഫായിട്ടും ഹസ്ബൻഡൊക്കെ മരിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോറിക്ഷ, യൂബറൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എനിക്കിവിടെ പറയാനായിട്ടുള്ളത്, വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ച് വൈഫായെന്നും പറഞ്ഞാൽ അവിടെ വ്യക്തി സ്വാതന്ത്ര്യം ആരുടെയും പോകണില്ല. നിങ്ങൾ മടിച്ച് നിൽക്കാണ്ട് തന്നെ ഈ ചാനലിലൂടെ ഞാൻ തരുന്ന മെസ്സേജ്, ഒരുപാട് ലൈസൻസ് എടുത്തിട്ട് ഇരിക്കുന്ന എല്ലാ അമ്മമാരെയും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണതാണ്,
നിങ്ങളുടെ പ്രായം നോക്കണ്ട. നിങ്ങൾ ഈ ഷോ കാണുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ നമ്പർ വിളിക്കുക. നിങ്ങൾ 6 ദിവസം കൊണ്ട് ഡ്രൈവർ ആക്കിയിരിക്കും. അഥവാ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിലും ഞാൻ സ്റ്റുഡൻസുകൾ ഒരാളെയും അവോയ്ഡ് ചെയ്തിട്ടില്ല. 6 എന്നുള്ള ചിലപ്പോൾ ചിലവരൊക്കെ 8 ക്ലാസ് 10 ക്ലാസ് വരെയൊക്കെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ അതുപോലെയാണ് അവരുടെ ഒരു ജീവിത രീതി. പുറത്തോട്ട് വിടാണ്ട് സൈക്കിൾ ബാഗ് പോലും ചവിട്ടാണ്ട്. അപ്പം അങ്ങനെ ഈ വലിയ വാഹനങ്ങൾ കാണുമ്പോൾ ഒരു ഭയമുള്ളവർ ഒരുപാടുണ്ട്. അപ്പം അവരോടൊക്കെ മടിച്ച് നിൽക്കാണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. ഡ്രൈവറാക്കി തരുന്നവരെ ഞാനേറ്റി. ജസ്റ്റ് 6 days എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. അത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ അതിലൊരു 2 days കൂടിയെന്നും പറഞ്ഞ് ഞാൻ എക്സ്ട്രാ കാശ് വാങ്ങുകയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എപ്പോഴും എനിക്ക് അഭ്യർത്ഥനയുള്ളത്, നമ്മൾ മടിച്ച് നിൽക്കരുത്. വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. മടിച്ച് നിൽക്കാണ്ട് എൻ്റെ ഫോൺ വിളിക്കുക. എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ കടന്നു വരാനാണ് എനിക്ക് ഇതിലൂടെ എല്ലാവരോടും പറയാനുള്ളത്. ഇന്നത്തെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളവാണിയുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ ലൈസൻസ് എടുത്തു വെച്ച് വണ്ടി ഓടിക്കണം എന്ന വലിയൊരു ആഗ്രഹവുമായി ഇരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റിനെ വിളിക്കുക. ജസ്റ്റിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുക. ഞങ്ങളെപ്പോലെ തന്നെ ആ വലിയൊരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ പൂവണിയിട്ട് നമുക്ക് ജീവിതം അങ്ങനെ കുറേ കൂടെ മധുരതരമാക്കി തീർക്കാം. എവിടെയും ആരെയും ആശ്രയിക്കാതെ എവിടെയും നമുക്ക് സ്വന്തമായി വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. ഓർക്കുക, ജസ്റ്റ് ഇൻ 6 days.